ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ലൂക്കാ 1:25, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവ് എന്നെ കടാക്ഷിച്ച് കർത്താവ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുക്കിൽ നിന്നും കെടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, തകർച്ചയിൽ നിന്നും ക്രൈസിസിൽ നിന്നും പറന്നുയരുമ്പോൾ നീ ഇത് പറയണം. ഇതാണ് ദൈവഹിതം. എൻ്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവിന് ഗുണമുള്ളതുകൊണ്ടല്ല, ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ആന്തരിക എനർജി വർദ്ധിക്കും. കർത്താവ് കടാക്ഷിച്ച് എനിക്കിത് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഒരു പരാജയം, നമുക്ക് നന്മയുണ്ടാകുമ്പോൾ, വിജയം ഉണ്ടാകുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, സ്ഥലം വിറ്റ് പോകുമ്പോൾ, ഭാഗ്യമുണ്ടാകുമ്പോൾ, അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു, എൻ്റെ ദൈവം എന്നെ തുണച്ചു, എൻ്റെ കർത്താവ് എന്നെ തുണച്ചു എന്ന് പറയുന്നതിൽ പരാജയപ്പെടാറില്ലേ? അതൊരു പരാജയമാണ്. എൻ്റെ കർത്താവ് എന്നെ കെണിയിൽ നിന്ന് രക്ഷിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ കുടുക്ക് പൊട്ടിച്ചു, എൻ്റെ കർത്താവ് എന്നെ നയിച്ചു, കർത്താവിൻ്റെ പാദങ്ങൾക്ക് വിളക്കാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒരുവൻ്റെ ആത്മീയ എനർജി. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ആമേൻ, ആമേൻ, ആമേൻ.